ഹലോ ഗേയ്സ്, ഇന്നൊരു ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്ന കുക്കിംഗ് വീഡിയോ ആണ്. ചക്ക എരിശ്ശേരി ഉണ്ടാക്കുന്ന കുക്കിംഗ് വീഡിയോ ആണ് ഇത്. ആവശ്യത്തിനുള്ള കൂഴച്ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചക്കക്കുരുവും ചേർത്ത് കൂഴച്ചക്ക എടുത്തിട്ടുണ്ട്. അത് ഒരു 3 വിസിൽ കേൾക്കുന്ന ഒരു 3 വിസിൽ വയ്ക്കണം. 3 വിസിൽ കുക്കറിൽ മൂന്ന് വിസിൽ അടിക്കാൻ വേണ്ടി വയ്ക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അതിൽ അരച്ച് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. അതുപോലെ അരച്ച് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം. അപ്പോൾ അതിൽ അരച്ച് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. അത് തേങ്ങ ചിരകിയത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില. ഒന്നും കൂടെ പറയാം. അതിൽ അരച്ച് ചേർക്കാനുള്ള തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും ഇതിൽ അരച്ച് ചേർക്കാനുള്ളതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഈ 3 തവണ വിസിൽ കേട്ട് വെന്ത് വരുന്ന ചക്കയിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് അരച്ച് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം ഒരു ചീനിച്ചട്ടി എടുത്ത് അതിൽ വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉഴുന്ന് പരിപ്പ് ഇത്രയും ഇട്ട് താളിച്ച്, അത് കടുക് താളിച്ച്, കുറച്ച് തേങ്ങ ചിരകിയ തേങ്ങയും കൂടി ഇട്ട് കടുക് താളിച്ച് ഈ വറുത്ത് എടുത്ത് ഇതിലോട്ടിട്ട് ഇതിലോട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഉടച്ച് വേവിച്ചെടുക്കണം. അപ്പോഴത്തേക്കും ചക്ക എരിശ്ശേരി റെഡിയാവും. റെഡിയായി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഭാഗം കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ആ വെന്ത ചക്കയെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു കറണ്ട് കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അത് ചേർക്കുകയാണ്. അതിലോട്ട് ചേർക്കുകയാണ്. ഞാൻ നേരത്തെ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ അരച്ച ജാറിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരപ്പെല്ലാം കൂടെ ആയിട്ട് ഈ വെന്ത് കഴിഞ്ഞ് ഉടച്ചെടുത്ത ആ ചക്കയിലോട്ട് ആ മിശ്രിതങ്ങളെല്ലാം ഒഴിച്ച് ചേർത്തിട്ട് കലക്കുകയാണ്. കലക്കിയെടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർക്കണം. നമ്മളിത് ഇൻഗ്രീഡിയൻസ് എല്ലാം അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് അതും കൂടി ചേർക്കണം. വീണ്ടും സ്റ്റൗ ഓണാക്കുകയാണ്. അത് വീണ്ടും ഒന്ന് കുറച്ച് നേരം സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കണം. അത് ആവശ്യത്തിന് കുറച്ച് നേരം സ്റ്റൗവിൽ വെച്ച് വീണ്ടും അതിനെ വേവിച്ചെടുത്തതിന് ശേഷം ഇനി അതിൽ കടുക് താളിക്കാനുണ്ട്. ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസും കടുക് താളിക്കാനുള്ളതും എല്ലാം ഞാൻ ഒരു കമൻറ്റ് ബോക്സിൽ എല്ലാം ഒരു ലിസ്റ്റായിട്ട് അതിൻ്റെ ചേരുവകളെല്ലാം ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും എല്ലാവർക്കും വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതാണ് ചക്ക എരിശ്ശേരി വയ്ക്കുന്ന വിധമാണ് ഈ വീഡിയോ. ഞാനൊരു തുടക്കക്കാരനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചൊക്കെ പോരായ്മകളുണ്ടാവും. ഇനിയുള്ള വീഡിയോകൾ അത് പരിഹരിക്കാമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഇതിനെ ഇനി കുറച്ച് നേരം ഇരുന്ന് ചൂടാക്കി ഇത് വാങ്ങി വയ്ക്കണം. കുറച്ച് നേരം ചൂടാക്കി വാങ്ങി വെച്ചതിന് ശേഷമാണ് കടുക് താളിച്ച് ഇതിൽ ചേർക്കാനുള്ളത്. അതും കൂടി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം.